ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓല S1X+ തേർഡ് ജെന്നിൻ്റെ ബ്രേക്ക് പാഡ് എങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് നോക്കാം. ആദ്യം ഈ രണ്ട് ബോൾട്ടും ലൂസാക്കുക. ഷോറൂമിൽ ചെന്ന് മാറാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ 920 രൂപയാണ് ബ്രേക്ക് പാഡിന് സർവീസ് ചാർജും കൂടെ വരുന്നത്. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചപ്പോൾ 133 രൂപ ആയിട്ടുള്ളൂ. ഇച്ചിരി ടൈറ്റാണ്, കാരണം നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഈ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് താഴോട്ട് കൊടുക്കണം. ഇത് താഴോട്ട് പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബ്രേക്ക് പാഡ് ഇങ്ങോട്ട് ഇളകി വരത്തില്ല. 5 നമ്പറിൻ്റെ ഇറങ്ങി വേണം. അതെടുത്ത് വെച്ചിട്ട് ഒന്ന് തുണിയോടെ വെച്ച് പിടിച്ച് നല്ല ടൈറ്റ് ആയത് ഒന്ന് ലൂസാക്കിയിട്ട് ഊരിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ഫുള്ള് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ബ്രേക്ക് പാഡ് ഇതാണ്. 155 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമുക്ക് ആമസോൺ പ്രൈം ഉള്ളതുകൊണ്ടാണ് 133 രൂപയ്ക്ക് കിട്ടിയത്. നേരത്തെ കിടന്ന പോലെ ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ചെറുതായിട്ട്. അതിനുശേഷം അല്ലെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്യുക. ബോൾട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ബ്രേക്ക് പാഡ് നടക്കുന്ന പതുക്കെ ഒന്ന് അകത്തി കൊടുക്കുക. അതായത് നമ്മുടെ ആ ഡിസ്കിനകത്തോട്ട് ഇത് കയറാൻ വേണ്ടിയാണ് ബ്രേക്ക് പാഡ്. അങ്ങനെ കയറ്റിയിട്ട് കറക്റ്റ് ഹോളിൻ്റെ സെൻറ്റർ വരുന്ന രീതി വെക്കുക. അതിനുശേഷം നമ്മുടെ ബോൾട്ട് എടുക്കുക, വെക്കുക, ടൈറ്റ് ചെയ്യുക. 250 ഉണ്ട്, 800 വരെയുള്ള കിടപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഡെലിവറി ഡേറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഇതായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാനിത് പെട്ടെന്ന് തന്നെ മേടിച്ചത്. ഇത് ഓടിച്ച് നോക്കിയിട്ട് 1, 2, 3 ഇതെല്ലാം സെയിം ബ്രേക്ക് പാഡ് തന്നെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് Gen 2, 3 വരുമ്പോൾ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കുറച്ച് നേരം പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക. കാരണം നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചൊരു സാധനം അകത്തില്ലായിരുന്നു, അത് അടുത്ത് വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്, കയറി നോക്കുക.